என் ஆசைதான் உன்னிருக்கத்திலே என் ஆயுள் வரை ഉന്നരപ്പിനിലേ. പെട്ടെന്ന് ആരോ റൂമിലോട്ട് കയറി വന്നു. അതിവേഗം രണ്ട് ആളും. അയ്യേ, ഇവരെന്താണ്? എടാ കള്ള ഏട്ടാ, എന്താണ് ഇവിടെ നാണമില്ലാത്തവർ? റൂം അടിക്കാൻ പാടില്ലേ? അയ്യേ, നാണക്കേടായി. എടീ നീ ചിന്തിക്കണ പോലെ അത്രയ്ക്കൊന്നും ഇല്ല കേട്ടോ. ഞാനൊരു ഹെൽപ്പ് ചെയ്തതാ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഓ പിന്നെ ഇങ്ങനെയല്ലേ ഹെൽപ്പ് ചെയ്യുന്നത്. കണ്ട് പട്ടാപ്പകല് റൊമാൻസ് എനിക്കിതൊന്നും കാണാൻ വയ്യ ഈശ്വര. എടീ ഒന്ന് പോയേ. എന്നെ പറഞ്ഞു വിട്ടിട്ട് റൊമാൻസ് ആണോ കൊച്ചി കള്ള്? എടീ ഞാൻ നിന്റെ ചേട്ടനാണ്, നിനക്കത് ഓർമ്മയുണ്ട? ഒന്ന് പോയേട്ടാ. ഞാൻ കരുതി ഏട്ടൻ വല്ല എന്താണ് ഒരു റൊമാൻസും ഇല്ലാത്ത ആളാണെന്ന്. ഓ ഏട്ടത്തിയുടെ ഭാഗ്യമേ. ഏട്ടത്തി ഗോള്. അയ്യോ മാടോ, അതൊന്നുമല്ല. എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ പോകുന്നു, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യൂ. അത്രയും പറഞ്ഞ് അവിടെ നിന്ന് തുള്ളിച്ചാടി മാൾ ഇറങ്ങിപ്പോയി. എന്താടോ ഇങ്ങനെ നോക്കണേ? എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? എടോ എന്താന്ന് കാര്യം പറയും. ഇയാളെ പറഞ്ഞ് മാള് ഉറക്കണമെന്ന്. അപ്പം ഇപ്പോൾ വന്നതാര? അവളുടെ പ്രേതമാണോ? അയ്യോ ഞാൻ സത്യം പറഞ്ഞ അവൾ ഉറക്കമായിരുന്നു. ഇപ്പോൾ എന്നെ ഒന്ന് വിശ്വസിക്ക്. മതി. അയ്യോ ഞാൻ പറഞ്ഞത് സത്യമാണ്, അവൾ ഉറക്കമായിരുന്നു. എന്നെ ഒന്ന് വിശ്വസിക്കും, ഞാൻ അത്രയ്ക്ക് വൃത്തിയായിട്ടല്ല. സത്യമാണോ? ആണ്, സത്യമാണ്. എന്നാ ഓക്കെ. വന്നു രണ്ടാളും. വാ ഇരിക്കും. എന്താ ലേറ്റായേ? അയ്യോ അമ്മ സോറി അമ്മ, ഞാൻ ഉറങ്ങിപ്പോയി. അതല്ല, അത് സാരമില്ല. കുളിക്കാൻ കയറിയിട്ട് ഇത്ര ലേറ്റായത്. അതമ്മ ഇവക്ക് മിണ്ടാണ്ടിരിക്കും. അതൊന്നുമില്ല അമ്മ, ഇത് എന്തോ ലേറ്റായി. സാരമില്ല. നിങ്ങളൊരിക്കൽ ഭക്ഷണം കഴിക്കും. അമ്മക്കറിയാവൂ ലേറ്റായതിൻ്റെ കാരണം എന്താണെന്ന്? മിണ്ടാണ്ടിരുന്നു, നിനക്കിട്ട് ഞാൻ തേരും നോക്കിക്കും. അമ്മ ഇവർ മുടിഞ്ഞ റൊമാൻസ് ആയിരുന്നു. ഞാൻ പോയി കണ്ടെൻ്റെ കണ്ണടിച്ചു പോയി. പെണ്ണെ മിണ്ടാണ്ടിരിക്കും. അയ്യോ അമ്മ സത്യം, നാളെ ഒന്നും മിണ്ടാണ്ടിരിക്കുക. അതൊന്നും അല്ല. നടക്കട്ടെ. അമ്മ എന്നാ ഞാൻ ഇറങ്ങുവാണേ. എടാ നീ ഇത് എങ്ങോട്ടാ പോകുന്നത്? ഇന്നലെ അല്ലേടാ നിൻ്റെ കെട്ട് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇത് പുറത്തിറങ്ങിയാൽ മതി, അല്ലെങ്കിൽ കണ്ണ് തട്ടും. അയ്യോ അമ്മ, ഈ കാലത്ത് ഇതൊക്കെ ആരാ വിശ്വസിക്കുന്നത്? ഒന്ന് പോയേ, എനിക്ക് പറ്റത്തില്ല ഇങ്ങനെ വീട്ടിൽ കയറി ഇരിക്കാൻ. അല്ല അമ്മയുടെ മരുമോളെന്തേ കണ്ടില്ല? എൻ്റെ മരുമോളോ? എന്താടാ നിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ നിൻ്റെ പല്ല് കൊഴിഞ്ഞു പോകും. അത് എവിടെയെന്ന് പറ അമ്മ. അവൾ അടുക്കളയിലുണ്ട്. ഓ പിന്നെ റൊമാൻസാനായിരിക്കും അല്ലേ കൊച്ചു ഗള്ളൻ. അമ്മ എന്താ ഇവിടെ മര്യാദയ്ക്ക് ഇരിക്കാൻ പറയും, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടും. ഇടി മിണ്ടാണ്ടിരിക്കും. ചെല്ല് ചേച്ചി ഉണ്ട് അവിടെ. അതെ എന്താ? അല്ല ഞാൻ പുറത്തോട്ട് പോവാം. പോയിട്ട് വരാം. ഓക്കെ. ഒരു മിനിറ്റ്. എന്താ? അല്ല എപ്പോൾ വരും? ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഇങ്ങ് എത്തിക്കോളാം. നിനക്ക് എന്തെങ്കിലും വേണോ? എനിക്കോ? എന്ത്? അല്ല എന്തെങ്കിലും വേണമെങ്കിൽ പറയും, ഞാൻ വരുമ്പോൾ വാങ്ങിക്കൊണ്ട് വരാം. ഒന്നും വേണ്ട. ഓക്കെ അപ്പോൾ ബൈ. ഡി കുക്കി മാളു ഇവളത് എവിടെ പോയി കിടക്കും അമ്മ? അവളെവിടെ? അവള് നിന്റെ ഭാര്യ അടപ്പുണ്ടടാ, നിന്റെ റൂമിൽ കാണും. നീ ചെന്ന് നോക്ക്.
ഓ, എൻ്റെ കാലം കൂടുതൽ എൻ്റെ ഭാര്യയോട് സംസാരിക്കുന്ന ഇപ്പോഴാണ്. ഇങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല. മനുഷ്യനൊരു സമാധാനം തരുന്ന വെച്ചാൽ. എടാ കൊച്ചു പെണ്ണട വിട്ടേക്ക്. അങ്ങനെ വിടാനൊന്നും പറ്റത്തില്ല. ഞാൻ ചെന്ന് നോക്കട്ടെ. എന്തെടുക്കാം അവിടെ? ഓ, ഈ വട്ടി ഏട്ടനെ കൊണ്ട് വയ്യല്ല. നിനക്ക് എന്താ പതുക്കെ സംസാരിച്ചിട്ട്? ഒന്ന് പോയെ, ഞാൻ സംസാരിക്കട്ടെ. നിനക്ക് ഏത് നേരം ഇതല്ലേ ഉള്ളൂ, ഒന്ന് പോയി തരാവോ? അയ്യടാ, ഞാൻ എൻ്റെ ഏട്ടത്തിയോടല്ലേ സംസാരിക്കണേ. നിനക്കെന്താ എത്ര തന്നെ? എക്സ്ക്യൂസ് മീ, അത് എൻ്റെ ഭാര്യയാണ്. അതൊക്കെ അങ്ങ് പള്ളിയിൽ പോയി പറയും ഏട്ടത്തി. എന്നിട്ട് ഞാൻ ബാക്കി പറയട്ടെ. നിൽക്കി എടി, താഴോട്ട് കൂടി. പറ്റത്തില്ല. താഴോട്ട് പോവല്ലേ പറഞ്ഞു. ഏട്ടത്തി എന്താ നോക്ക്. മഹിയേട്ട അവള് നിന്നോട്ടെ, എന്താ കുഴപ്പം? നല്ല രസമുണ്ട് അവള് സംസാരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ തന്നെ ഇരുന്നോ. രണ്ടുപേരും ഭക്ഷണം കഴിക്കണ്ട, ഞാനും കഴിക്കുന്നില്ല. അയ്യോ, ഭക്ഷണം കഴിക്കാനുള്ള സമയമായോ? സമയം 1:30 കഴിഞ്ഞിട്ടുണ്ട്. അത്രല്ലേ ആയുള്ളൂ. മതി. നിങ്ങൾ ഇനി ഇവിടെ ഇരുന്ന് ഇനിയിപ്പോൾ 4-5 മണി ഇരുന്ന് സംസാരിക്കും. ഇറങ്ങ്. ദുഷ്ടൻ, മര്യാദയ്ക്ക് സംസാരിക്കാനും വിടത്തില്ല. ഒന്ന് പോയി, എനിക്ക് അവളോട് സംസാരിക്കാനുണ്ട്. പിന്നെ റൊമാൻസായിരിക്കും. എന്നാൽ ഞാൻ പോയി തരാം. അങ്ങനെ മനസ്സിലാകുന്ന ഭാഷയിൽ പറയണ്ടേ ഏട്ടത്തി? നടക്കട്ടെ. അയ്യോ അല്ല, അതൊന്നുമില്ല. നീ ഇവിടെ ഇരുന്ന് നമുക്ക് സംസാരിക്കാം. ഇവള് പോയാലും അഭി വിടണ കോളില്ല. അവിടെ കുറച്ച് ചോക്ലേറ്റ് ഇരിപ്പുണ്ട്, ഞാൻ കൊണ്ടുവന്നതാ. വേണേൽ ചെന്നെടുത്തോ. ചോക്ലേറ്റോ? എന്തേ വേണ്ടേ? അല്ല, വേണം ഏട്ടത്തി. എന്നാ ഞാൻ നാളെ കാണാവേ. ബൈ. എടി പോകല്ലേ എനിക്ക്. അയ്യോ സോറി. ഈ ചോക്ലേറ്റ് എന്നാൽ പിന്നെ എനിക്കൊന്നും കാണാൻ പറ്റത്തില്ല. നിങ്ങൾ ക്യാരി ഓൺ ചെയ്തോ നിങ്ങളുടെ റൊമാൻസ്. ഇവളെ കൊണ്ട് ഇറങ്ങി പൂടി. പോകുക. ഇതാ അമ്മ ചായ. മോളെ, നീ കുടിച്ചായിരുന്നോ? ഇല്ല, ഏട്ടന് കൊടുത്തിട്ട് ഞാൻ കുടിക്കാം. മോളെ, നീ എന്നാ ചെന്ന് അവനെയും പിന്നെ അച്ഛനെയും കൂടെ ഒന്ന് വിളിച്ചുകൊണ്ട് വാ. എന്താ അമ്മ? അല്ല, ഒരു കാര്യം പറയാനാ. മോളെ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചായ. അമ്മ അച്ഛൻ പറഞ്ഞ കേട്ടോ. അപ്പം ഇത്രയും കാലം അമ്മ ഉണ്ടായിക്കൊടുത്ത ചായ കൊള്ളില്ലെന്നല്ല അച്ഛൻ പറഞ്ഞത്. കുടുംബം കലക്കാൻ ശ്രമിക്കുകയാണല്ലേ? ചെറിയൊരു മനസ്സുഖം. എൻ്റെ ജാനകി ഉണ്ടാക്കുന്ന പോലെ ചായയുടെ ടേസ്റ്റ് ഒന്നും വരത്തില്ല. ഇത് പിന്നെ കുഴപ്പമില്ല, എൻ്റെ ജാനകിയുടെ അത്ര ടേസ്റ്റ് ഒന്നും വരത്തില്ല. അതാ സത്യം. ഒന്ന് പോയേട്ടാ, മിണ്ടാണ്ടിരിക്കും. എന്താ അമ്മ വിളിച്ചേ? കാര്യം എന്താ? എടാ, പിന്നെ അവിയുടെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നാളെ അങ്ങോട്ട് ചെല്ലാനാ പറഞ്ഞേക്കുന്നത്. ശരിക്കും അമ്മ എന്നോട് പറഞ്ഞില്ലല്ലോ. അവള് കുറച്ച് മുമ്പ് തന്നെ വിളിച്ചിരുന്നേ. നിന്നോട് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ റെഡിയാക്കിക്കോ, എല്ലാ സാധനമൊക്കെ എടുത്ത് വെച്ചോ. നിൻ്റെ അമ്മ പറഞ്ഞത് നാളെ പോയിട്ട് നാളെ തന്നെ തിരിച്ചു വരാനാണ്. പക്ഷേ നിങ്ങൾ 1-2 ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് വന്നു, കുഴപ്പമില്ല. അവർക്കും കുറച്ച് സന്തോഷമാവും, നിങ്ങൾക്കും കുറച്ച് റിലാക്സ് ചെയ്ത പോലെ ഒക്കെ തോന്നില്ലേ? ശരിക്കും നിങ്ങൾ പോയിട്ട് വാ മക്കളെ. 2 ദിവസം നിൽക്കുക, അതാ നല്ലത്. ഓക്കെ അമ്മ. ഏട്ടത്തിൻ്റെ സന്തോഷം കണ്ടില്ലേ വീട്ടിലോട്ട് പോകുന്നെന്ന് പറഞ്ഞപ്പോൾ. എടി, എന്നാ നീയും ചെന്ന് അവളെ സഹായിക്കുക, ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്യാൻ. ഓക്കെ അമ്മ. അങ്ങനെ ഒരു യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. മക്കളെ, വാ അകത്തോട്ട് കയറ്. വാ രണ്ടുപേരും അകത്തോട്ട് കയറ്. എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? സോറി അച്ഛാ, കുറച്ച് ലേറ്റായി പോയി. അത് കുറച്ച് ബ്ലോക്ക് ആയതുകൊണ്ടാണ് ലേറ്റായത്. അത് സാരമൊന്നുമില്ല, നിങ്ങൾ അകത്തോട്ട് കയറും. ഹലോ, ഒരാൾ കൂടി ഉണ്ട്. അല്ല, ഇതാര്? മാളു? വാ. നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? അല്ല, ഞാൻ ക്ഷണിക്കപ്പെടാത്ത അതിഥി ആയതുകൊണ്ടൊന്ന് ചോദിച്ചിട്ട് കയറാമെന്ന് കരുതി. നീ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ലടി, അകത്തോട്ട് കയറി വാ. അല്ല, നീ വരുന്ന കാര്യം ഇവളും പറഞ്ഞിട്ടില്ല, നിൻ്റെ അമ്മയും പറഞ്ഞിട്ടില്ല. അതെന്താ? ഞാൻ വരുന്ന കാര്യം എനിക്കും അറിയില്ലായിരുന്നു. ഇപ്പോൾ ഇറങ്ങാൻ സമയത്ത് ഏടത്തി പറഞ്ഞ് എന്തൊക്കെയോ ഇവിടെ പറമ്പും സംഭവങ്ങളൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. അപ്പം പിന്നെ ഞാനൊന്നും ഓർത്തില്ല.
കയ്യിലും കിട്ടിയ 2 ഡ്രസ്സ് എടുത്തോണ്ട് ഞാനും പോന്നു. ഏതായാലും അത് നന്നായി. ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് ആളും ബഹളമൊക്കെ ആവുമല്ലോ. അപ്പി നീ അത് കൊടുത്തേക്കമ്മയുടെ കയ്യിൽ. ആ ഇതമ്മ, ഇതമ്മയ്ക്ക്, ഇതച്ഛന്, ഇത് വിഷ്ണുവേട്ടന്. എന്താ മോളെ ഇതൊക്കെ? അതമ്മ ഡ്രസ്സാണ്. അയ്യോ അതെന്തിനാ മോനെ വെറുതെ? ഇതൊക്കെ ഒരു സന്തോഷമല്ല അമ്മ. അല്ല വിഷ്ണു എവിടെ കണ്ടില്ല? അവൻ നിങ്ങൾ വരണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനമൊക്കെ വാങ്ങാനായിട്ട് പുറത്ത് പോയിരിക്കുക. ഇപ്പോൾ വരും. നിങ്ങൾ അകത്തോട്ട് ചെല്ല്. മോളെ നീ മോനെ വീടും റൂമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക്. ഇവിടെ ഇവിടെ കൊണ്ടുപോയിക്കോ. എനിക്ക് വയ്യ, നല്ല ക്ഷീണം. ഞാൻ അമ്മയുടെ കൂടെ അടുക്കളയിൽ ഇരുന്നോളാം. എങ്കിൽ വാ. ഇതാണ് എൻ്റെ റൂം. പിന്നെ ഇത് വിഷ്ണുവേട്ടൻ്റെ. പിന്നെ അവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ശരിയല്ലോ. കൊള്ളാടോ, ഇയാളുടെ റൂമും വീടും ഒക്കെ കൊള്ളാം. നല്ലൊരു നീറ്റ് ആൻഡ് എന്താ പറയുക, ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്നുണ്ട്. ശരിക്കും. അതെ. പിന്നെ ഇവിടെ ഇരിക്കുന്നില്ലേ, ഇത് ഇത്രയും ട്രോഫി ഞാൻ വാങ്ങിയതാണ്. ഇത്രയും നീ വാങ്ങിയതാണോ? അല്ല, അതിലൊരു 20% വിഷ്ണുവിന് ഉണ്ടാവും, ബാക്കിയൊക്കെ എൻ്റെതാണ്. അത്രയ്ക്കും പഠിപ്പിച്ചാണോ? അയ്യേ, പഠിപ്പിച്ചിട്ടൊന്നുമില്ല. പഠിച്ച് കിട്ടിയതിൽ അത്ര ഒരു 10-20% കാണത്തുള്ളൂ. ബാലൻസൊക്കെ ഞാൻ ഡാൻസ്, പാട്ട്, ഈ സ്പോർട്സ് അങ്ങനെയൊക്കെ കിട്ടും. ഓൾറൗണ്ടർ ആണല്ലോ. ചെറുതായിട്ട്. അവളിങ്ങനെ ഓരോ കാര്യം വിശദീകരിക്കുമ്പോഴും അവളെ കാണാൻ നല്ലൊരു കുഞ്ഞു കുട്ടിയെ പോലെ തോന്നുന്നത്. കാരണം വീട്ടിൽ കണ്ട ആ സ്വഭാവവും സംസാരവും അല്ല ഇപ്പോൾ, തികച്ചും വേറൊരു ക്യാരക്ടറായിട്ട് മാറിയതുപോലെ. ഏതായാലും അവളുടെ ഈ ക്യാരക്ടറിനെ അവൻ ഒത്തിരി ഇഷ്ടമായി. അവൾ ഓരോ കാര്യം വിശദീകരിക്കുമ്പോഴും അവൻ അവളുടെ കണ്ണുകളെ തന്നെയാണ് നോക്കിയിരുന്നത്. അമ്മ ഒന്ന് ഓടി വായോ. ധന്യ നിന്റെ പുന്നാര മോൻ വന്നിട്ടുണ്ട്, വിളിക്കുകയാണ്. പോയി ചെന്ന് നോക്ക്. ഒന്ന് ചെന്ന് നോക്ക് മനുഷ്യ. ഞാനിവിടെ മീൻ വൃത്തിയാക്കുന്നത് കാണാൻ പാടില്ലേ? ഞാനിവിടെ ഏണിയുടെ മേലിൽ നിൽക്കുന്ന നിനക്ക് കാണാൻ പാടില്ലേ? ഇന്ന് സാരമില്ല, നിങ്ങൾ ഇറങ്ങി ചെന്ന് നോക്ക്. അയ്യോ രണ്ടുപേരും വഴക്കുണ്ടാക്കണ്ട, ഞാൻ ചെന്ന് നോക്കാം. ആടി മോളെ, നീ ചെന്ന് നോക്ക്. ആ സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും. ഞാൻ ചെന്ന് നോക്കാം. അമ്മ, ആരുമില്ലേ ഇവിടെ? ഇതൊന്ന് പിടിച്ചിറക്ക്. അവൻ പുറംതിരിഞ്ഞു നിന്നാണ് സംസാരിക്കുന്നത്. അവൻ്റെ തോളത്തും കയ്യിലുമായിട്ട് കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. അതൊക്കെ പുള്ളിക്കാരനെ പിടിച്ച് താഴെ ഇറക്കി വയ്ക്കാനാണ് ഈ നിലവിളി വിളിക്കുന്നത്. നമ്മുടെ മാള് വന്ന് ആദ്യം കണ്ടത് ഈ സാധനമൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന വിഷ്ണുവിനെയാണ്. ആദ്യം അവൾക്ക് ചിരിയൊക്കെ വന്നെങ്കിലും ചിരി അടക്കി പിടിച്ച് ഓടിച്ചെന്ന് അവൻ്റെ അടുത്തുള്ള സാധനമൊക്കെ വാങ്ങി താഴെ വെച്ചു. എവിടെ പോയി കിടക്കുമായിരുന്നു അമ്മ? എത്ര നേരം കൊണ്ട് ഞാൻ കിടന്ന് വിളിക്കുക. അയ്യോ, എൻ്റെ മുതുകും തോളൊക്കെ വേദന എടുക്കുന്നുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് അവൻ മുന്നിൽ നിൽക്കുന്ന ആളെ ഒന്ന് നോക്കി. ആശിച്ചു ഞാൻ തോരാത്തൊരീ പൂമാരിയിൽ മൂടട്ടെ നാ. ഇത് അമ്മേ, ഇതമ്മ, ഇതവളല്ലേ? ഇവളെങ്ങനെ ഇവിടെ? തോന്നലാവും. അമ്മ എൻ്റെ അവസ്ഥ ഒന്ന് നോക്കിക്കേ. ഞാൻ അന്ന് പറഞ്ഞില്ല, ഒരു പെണ്ണിനെ കണ്ട തൊട്ട് എനിക്ക് എപ്പോൾ ആരെ എവിടെ വെച്ച് കണ്ടാലും ആ പെണ്ണിനെ കാണും പോലെ തന്നെ തോന്നുന്നതെന്ന്. അതെനിക്കിപ്പോൾ കൂടിയെന്നാണ് തോന്നുന്നത്. ഇപ്പം എൻ്റെ മുന്നിൽ നിൽക്കുന്ന അമ്മയെ പോലും എനിക്ക് കണ്ട അവളായിട്ടാണ് തോന്നുന്നത്. ഇതെന്താ പറയുന്നേ? ദീദി നോക്ക്, അമ്മ ഇപ്പോൾ സംസാരിക്കുമ്പോൾ പോലും എനിക്ക് അവൾ സംസാരിക്കുന്ന പോലെ തോന്നണേ. അതെന്തോ അമ്മ? ചെക്ക, നിങ്ങളവിടെ എന്തെടുക്കുക? എൻ്റെ അമ്മയുടെ സൗണ്ടല്ലേ ഇപ്പോൾ കേട്ടത്? അപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇതമ്മ അല്ല? ഞാൻ ഇയാളുടെ അമ്മയല്ല, ഞാൻ മാളവിക. നീ എങ്ങനെ എവിടെ? ഹൗ ഈസ് ഇറ്റ് പോസിബിൾ?
അതൊക്കെ പോസിബിളാണ്. ഇയാൾ വേഗം അടുക്കളയിലോട്ട് വാ, ഞാൻ പോവാം. ഡാ അളിയ, എവിടെയായിരുന്നടാ എത്ര നേരം? ഡാ, നിങ്ങളെപ്പോൾ വന്നു? ഞാൻ കുറച്ച് സാധനമൊക്കെ എടുക്കാനായിട്ട് കടയിൽ പോയായിരുന്നു. അതുമല്ല, ഇത്ര ലേറ്റായിപ്പോയി എല്ലാം എടുത്ത് വന്നപ്പോഴത്തേക്ക്. അല്ല, എൻ്റെ പൊന്നാര പെങ്ങളെവിടെ? കണ്ടില്ല. ആ കുരുപ്പിനെ കാണാതെ എത്ര ദിവസമായെന്നറിയോ? ഏട്ടാ, പലതവണ പറഞ്ഞിട്ടുണ്ട് കുരിപ്പ് കുരിപ്പ് എന്നെ വിളിക്കരുത്. എന്നാ പിന്നെ പറ മാക്കാച്ചി. അമ്മ എന്നൊന്ന് മിണ്ടാണ്ടിരിക്കാൻ പറ. എനിക്ക് പേരുണ്ട്, എൻ്റെ പേര് വിളിക്കുന്നേ. എന്താ വിഷ്ണു, ഒന്ന് മിണ്ടാണ്ടിരുന്നേ. ഒന്നുമില്ലേലും അവൾ കല്യാണമൊക്കെ കഴിഞ്ഞ കുട്ടിയല്ലടാ, ഇച്ചിരി മര്യാദ കൊടുക്ക്. അയ്യടാ, ഇവളിനി എത്ര കുട്ടിയെ പ്രസവിച്ചാലും എൻ്റെ എന്നും എൻ്റെ അനുജി തന്നെയാണ്. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ വിളിക്കത്തുള്ളൂ. അളിയാ, നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്കെന്ത് കുഴപ്പം? എനിക്കൊന്നുമില്ല. മഹിയേട്ടാ, സോറി, നിങ്ങളുടെ ബ്രദർ സിസ്റ്ററിൻ്റെ ഇടയിൽ ഞാൻ വരുന്നില്ല. മോളെ, ഞാൻ പറയുന്നൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. നീ പോയ അന്ന് മുതൽ ഇവിടെ ഞങ്ങളെക്കാളും കൂടുതൽ സങ്കടം അവനായിരുന്നു. ഒരു വക കഴിക്കത്തുമില്ല, ഉറങ്ങത്തുമില്ല. അങ്ങനെ എപ്പോഴും നിന്നെക്കുറിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കും. പെട്ടെന്ന് എന്നെ കണ്ടപ്പോൾ അവൻ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വെച്ചിട്ട് സ്നേഹം ഇല്ലാഞ്ഞിട്ടൊന്നല്ല കേട്ടോ. അത് പിന്നെ എനിക്കറിയില്ല അമ്മ, ഞാനും വെറുതെ പറഞ്ഞതാ. അമ്മ, വേഗം ഒരു ജ്യൂസ്. ഓഹ്, എന്ത് ചൂടാ പുറത്ത്. വേഗം. ആൻറ്റി ഇല്ല. ഇല്ലേ? എവിടെ പോയി? പുറത്തോട്ട് പോയിരിക്കുക, കുറച്ച് കഴിയും വരുമ്പോൾ. ഓഹ്, എങ്കിൽ പിന്നെ ജ്യൂസ് ക്യാൻസൽ. വേണേൽ ഞാനുണ്ടാക്കി തരാം. നീയോ? വേണ്ട, സാരമില്ല. അതെന്താ ഞാൻ ഉണ്ടാക്കിയാൽ കുടിച്ചാൽ? അത് ഇയാളെവിടുത്തെ ഗസ്റ്റ് അല്ലേ? എനിക്ക് വേണ്ടെങ്കിൽ വേണ്ട. അല്ല, കുഴപ്പമില്ലെങ്കിൽ ഉണ്ടാക്കിക്കോ. ഓക്കെ, വെയിറ്റ്. ഇതാ കുടിക്ക്. ഓക്കെ, കുടിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഓ, അതിനൊരു കുഴപ്പമില്ല, ഞാനും കുടിച്ചിട്ടുണ്ട്. അയ്യേ, ഇതെന്താണ് ഇത്ര മധുരം? ഷുഗർ വന്ന ആള് ചത്തു. മധുരോ? ഞാൻ കുടിച്ചപ്പോൾ അത്രയ്ക്ക് മധുരമൊന്നും ഇല്ലായിരുന്നല്ലോ. എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. വെറുതെ ചൊറിയാൻ വരല്ലേ, കറക്റ്റായല്ല. അയ്യോ, ഞാനെന്തിനാ വെറുതെ നിന്നെ ചൊറിയുന്നേ? സത്യം, ഇത്ര മധുരം ഉണ്ടല്ലേ ആള് ചത്തു. അല്ലാണ്ട് നീ വെറുതെ പറഞ്ഞിട്ട് എനിക്ക് എന്താ കിട്ടാൻ? വേണേ നീ കുടിച്ചു നോക്ക്. ഓക്കെ, ഇനിതാ. ഒരു കുഴപ്പമില്ലല്ലോ, വെറുതെ പറഞ്ഞതല്ലേ. ഇതിനൊരു കുഴപ്പമില്ല. വേണേലും കുടിച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ കുടിച്ചോളാം. കുഴപ്പമൊന്നുമില്ലേ? ഇനിതാ, ഒന്നുകൂടെ ഞാൻ കുടിച്ചു നോക്കട്ടെ. ഇതാ, പിടിച്ചോ. ഇപ്പോൾ മധുരമൊക്കെ ബാലൻസ് ആയിട്ടുണ്ട്. ചിലപ്പോൾ നീ കുടിച്ചത് കൊണ്ടായിരിക്കാം. മനഃപൂർവ്വം പറഞ്ഞതാണല്ലേ. ഇനി നോക്കിക്കോ, ഇനി എൻ്റെ കയ്യിൽ നിന്നൊരു പച്ചവെള്ളം തരാണെങ്കിൽ പോലെ ഞാൻ വിമ്മ് ഇറക്കി തരാം. സാരമില്ല, ഞാൻ കുടിച്ചോളാം. എൻ്റെ ഭാര്യ തരണതല്ലേ, എങ്ങനെ കുടിക്കാതിരിക്കാൻ പറ്റും? പോടോ. ഞാൻ പോവില്ല. പോടോ അങ്ങോട്ട്. അബി, ഇതെന്ത് മുറിയാ? നീ ഇതെനിക്ക് കാണിച്ചു തന്നില്ലല്ലോ. അത് പ്രത്യേകിച്ചൊന്നുമില്ല. വാ, നമുക്ക് റൂമിലോട്ട് പോവാം. അല്ല, അത് തുറക്ക്. എനിക്ക് എല്ലാം നീ കാണിച്ചു തന്നു. ഇത് മാത്രം എന്താ കാണിക്കാത്ത? അപ്പം അതിലെന്തോ ഉണ്ടല്ലോ. അയ്യോ, അങ്ങനെയൊന്നുമില്ല. എങ്കിൽ പിന്നെ തുറക്ക്. ഓക്കെ. വാവ്, ഇത് കൊള്ളാലോ. ഇത് നിൻ്റെ സ്റ്റഡി റൂമാണല്ലേ? ഇവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ലല്ലോ. പിന്നെ എന്താ നീ ഇത് ആദ്യപ്പോഴേ കാണിക്കാത്തേ? അല്ല, വെറുതെ എന്തിനാ? ഏതായാലും കൊള്ളാം. ഞാൻ കരുതി ഞാൻ പോയ പിന്നെ അമ്മ ഇതൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടാവുന്നു. അതാ പിന്നെ തുറക്കാത്ത. കളയാനോ? നീ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നില്ലേ?
ആ അപ്പം പിന്നെ ബുക്സൊക്കെ എന്തിനാ കളയുന്നത്? അത് ഏതായാലും ഞാൻ കല്യാണം കഴിച്ചില്ലേ, അപ്പോൾ ഇനി പഠിക്കാൻ പോകത്തില്ലല്ലോ. അപ്പോൾ പിന്നെ ബുക്കിൻ്റെ ആവശ്യമില്ല, അപ്പോൾ ഉറപ്പായിട്ടും കളയുമല്ലോ. അതെന്താടോ, മാരേജ് കഴിഞ്ഞാൽ പഠിക്കാൻ പാടില്ലെന്ന് വല്ല നിയമമുണ്ടോ? അതങ്ങനെയാണല്ലോ, ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. മാരേജ് കഴിഞ്ഞ് പിന്നെ അവരവരുടെ പഠിത്തമൊക്കെ നിർത്തി വീട്ടിലായിരിക്കുന്നത്. അത് നിൻ്റെ കണ്ണിൻ്റെ പ്രശ്നമാണ്. നീ കാണുന്നവരെല്ലാവരും അങ്ങനെയാണെന്ന് കരുതിയിട്ട് എല്ലാവരും അങ്ങനെയൊന്നും അല്ല. തുടർന്ന് പഠിച്ച് ജോലി വാങ്ങി ഹാപ്പി ആയിട്ടിരിക്കുന്നവരുമുണ്ട്. മനസ്സിലായില്ല. നീ ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ വിട്. നിനക്ക് തുടർന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ടോ ഇല്ലയോ? അത് പിന്നെ ദേ, ഞാനല്ലേ ചോദിക്കുന്നത്, പറയ്. എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്. എന്നാ പഠിച്ചോ. എന്താ പറഞ്ഞേ? പഠിച്ചോന്ന്. ശരിക്കും? ആടോ, ഇതിലിത്ര ഡൗട്ട് എന്താ? ഏതായാലും നീ നിൻ്റെ ബുക്സും സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുത്ത് വയ്ക്കുക. നമുക്ക് പോകുമ്പോൾ കൊണ്ടുപോകാമല്ലോ. ഞാനത് എന്താ കേൾക്കുന്നത്? ഇനി ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. നിനക്ക് ഇപ്പോൾ പഠിക്കുന്ന കോഴ്സ് കഴിയുമ്പോൾ തുടർന്ന് വേറെ എന്തെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നീ എന്നോട് പറ, നമുക്കത് സെറ്റാക്കാം. ഹാപ്പി അല്ലേ? പെട്ടെന്നും അപ്രതീക്ഷിതവുമായി ഉണ്ടായ സന്തോഷത്തിൽ അബിക്ക് അവളെ തന്നെ ഒന്ന് മറന്നുപോയി. അവളോട് ചെന്ന് മഹിനെ കെട്ടിപ്പിടിച്ചു. ഓരോ നിമിഷ ചഷകം സ്മൃതികളാ നിറയുമിവിടെ, ഓരോ വിജനവഴി